ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞുമണി ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഗ്യാസ് ട്രബിൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേർ നമ്മുടെ ഇടയിലുണ്ട്. നെഞ്ചെരിച്ചിൽ, കീഴ്വായു ശല്യം, ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഇവയെല്ലാം മിക്കവരിലും തന്നെ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ തെറ്റായ ജീവിതശൈലി, ഭക്ഷണക്രമം, ഭക്ഷണ രീതി ഇവയെല്ലാമാണ് ഇതിന് കാരണമെന്ന് നമുക്ക് തന്നെ അറിയാം. ഇവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന എന്നാൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പവനമുക്താസനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വയറിന്റെ ഭാഗത്ത് നല്ല മസാജിങ് എഫക്റ്റ് വരുന്നത് കൊണ്ട് അത് നമ്മുടെ വയറ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു ആസനമാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സാധാരണ പറയാറുള്ളത് പോലെ വൃത്തിയും വായുസഞ്ചാരമുള്ളതുമായ സ്ഥലം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. നിരപ്പായ തറയിൽ ഒരു യോഗ മാറ്റോ കട്ടിയുള്ള തുണിയോ വിരിച്ച് അതിൽ യോഗാസനങ്ങൾ അഭ്യസിക്കാവുന്നതാണ്. കൂടാതെ വെറും വയറ്റിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചെയ്യുന്നതിനായി ആദ്യം നീണ്ടു നിവർന്ന് മലർന്നു കിടക്കുക. കൈകൾ കമിഴ്ത്തി വെച്ച് കാലുകൾ അടുപ്പിച്ചു വെക്കുക. നന്നായിട്ടൊന്ന് ശ്വാസമെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടാം. ആദ്യം തന്നെ നമുക്ക് ഏകപാദ പവനമുക്താസനം ചെയ്യാം. അതിനായി സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ട് മടക്കി നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരിക. കൈകൾ കൊണ്ട് മാക്സിമം ശരീരത്തോട് അടുപ്പിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം സാവധാനം തലയും ഷോൾഡറും മുന്നോട്ടാക്കി നെറ്റി കാൽമുട്ടിൽ തൊടുവിക്കാൻ ശ്രമിക്കുക. പറ്റാവുന്നതുപോലെ മാത്രം ചെയ്യുക. കഴുത്തിന് ഒട്ടും സ്ട്രെസ് കൊടുക്കാതെ പറ്റാവുന്ന രീതിയിൽ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ ഒരു 5-10 തവണ നോർമൽ ബ്രീത്തിങ് ചെയ്യാവുന്നതാണ്. സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഫ്രോസൺ ഷോൾഡർ ഇവയൊക്കെയുള്ളവർ തല തറയിൽ വെച്ചുകൊണ്ട് ഇത് അഭ്യസിക്കാവുന്നതാണ്. യാതൊരു കാരണവശാലും തല മുന്നോട്ടാക്കാതെ ഇത് അഭ്യസിക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. കൈകൾ സാവധാനം ഇരുവശങ്ങളിലായി തറയിൽ പതിച്ചു വെക്കുക. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽ തറയിൽ വയ്ക്കാവുന്നതാണ്. ഇടത് കാൽ കൊണ്ട് ഇതേ രീതിയിൽ ആവർത്തിക്കുക. ഏകപാദ പവനമുക്താസനം ചെയ്ത് പരിശീലിച്ചതിന് ശേഷം പൂർണ്ണ പവനമുക്താസനം ചെയ്യാവുന്നതാണ്. പൂർണ്ണ പവനമുക്താസനം ചെയ്യുന്നതിനായി സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ മടക്കി തുടയുടെ ഭാഗം വയറിനോട് ചേർത്ത് കൊണ്ടുവരിക. കൈകൾ കൊണ്ട് കാൽമുട്ടുകൾ മാക്സിമം നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് തല മുന്നോട്ടാക്കി നെറ്റി അല്ലെങ്കിൽ താടി കാൽമുട്ടുകളോട് അടുപ്പിക്കുവാൻ ശ്രമിക്കുക. യാതൊരു കാരണവശാലും ബലം പിടിക്കരുത്. സാധാരണഗതിയിൽ ഒരു 5-10 തവണ ശ്വാസം എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. കുറച്ചുനാൾ പരിശീലിച്ചു കഴിയുമ്പോൾ ഈസിയായി ഇത് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ കഴുത്തുവേദന, തോളുവേദനയൊക്കെ ഉള്ളവർ തല മുന്നോട്ടാക്കാതെ തല തറയിൽ വച്ചുകൊണ്ട് ഇത് അഭ്യസിക്കാവുന്നതാണ്. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് തലയും തോളും പുറകോട്ട് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിൽ താഴെ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം കാലുകൾ ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ തറയിൽ വയ്ക്കാവുന്നതാണ്. അതിനുശേഷം കാലുകൾ അല്പം അകത്തി വെച്ച് കൈപ്പത്തികൾ മലർത്തി വെച്ച് ശവാസനത്തിൽ വിശ്രമിക്കാവുന്നതാണ്. നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഒരു 3-5 തവണ ഇത് ആവർത്തിക്കാം. വായുകോപം ഇല്ലാതാക്കുന്നതിനും ബ്ലോട്ടിംഗ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ മലബന്ധമില്ലാതാക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വളരെ നല്ലതാണ് പവനമുക്താസനം. നട്ടെല്ല്, ബാക്ക് മസിൽസ്, ലിഗമെന്റ്, ടെൻഡൻസ്, പെൽവിസ് ഇവ അയവ് വരുത്തുന്നതിനും വളരെയധികം നല്ലതാണ്. വൃക്ക, കരൾ, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻസ്, സ്ത്രീകളുടെ യൂട്രസ്, ഓവറി ഇവയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേർ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ അറിവിലേക്കായി ഇത് ദയവ് ചെയ്ത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.
അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.